ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് യേശു ചരിത്ര പുരുഷനോ എന്നുള്ള എപ്പിസോഡുമായിട്ടാണ്. യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് നമ്മൾ നടത്തി വരുന്നത്. വിവിധ എപ്പിസോഡുകളിലൂടെയായി നമ്മൾ പറഞ്ഞു വരികയാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ യഥാർത്ഥ പേര്, യേശുവിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു വരികയാണ് ഓരോ എപ്പിസോഡുകളായിട്ട്. ഇന്ന് നമ്മൾ യേശു ചരിത്ര പുരുഷനോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. പ്ലീസ് ഗൈസ്, ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. യേശു ചരിത്ര പുരുഷൻ. യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ്. ഞാനിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ഞാനൊരു ദിവസം ഈ അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു രാഹുൽ ഈശ്വറിനെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാഹുൽ ഈശ്വറിനെ ഹെവൻലി വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യകർത്താവ് അദ്ദേഹത്തോട് ചോദിച്ച 2 ചോദ്യങ്ങൾ വളരെ വൈകൃതമായിട്ട്, വളരെ ബ്ലണ്ടറായിട്ട്, മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ആളാണോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് 2 ചോദ്യങ്ങൾ. ഒന്ന്, ബൈബിൾ എന്ന പുസ്തകത്തിന് ചരിത്രമുണ്ടോ? അപ്പോൾ ഈ ബൈബിൾ എന്ന പുസ്തകത്തെയും പ്രയോഗിച്ച് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചരിത്രം വല്ലതും ഉണ്ടോ? അത് ചരിത്രത്തിലുള്ള പുസ്തകമാണ്. ഇങ്ങനെയുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്, അത്ര ഈസി ആയിട്ട്. അപ്പോൾ ബൈബിൾ എന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പാഠപുസ്തകം, അല്ലെങ്കിൽ മംഗളം വാരിക, മനോരമ വീക്കിലി, അതുപോലെ തന്നെ ബാലരമ അമർ ചിത്ര കഥ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളെന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം ബൈബിൾ എന്ന പുസ്തകത്തെ പറഞ്ഞത്. ബൈബിൾ ഒരു പുസ്തകമല്ല, ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിൾ, ഖുർആൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളും, ഭഗവത്ഗീത, അതുപോലെ തന്നെ രാമായണം, അതുപോലെ തന്നെ മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഇതിഹാസ ഗ്രന്ഥങ്ങളുമാണ്. അപ്പോൾ അത് ഞാൻ ബൈബിളിൻ്റെ ചരിത്രം തന്നെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ട് ഒരു ചരിത്രം തന്നെ, ഞാൻ റിസർച്ച് എടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചരിത്രം തന്നെ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു ഈ ആദ്യത്തെ എപ്പിസോഡിൽ. പിന്നെ അദ്ദേഹം ചോദിച്ചത് യേശു ചരിത്ര പുരുഷനാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ചരിത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ കുട്ടിക്കാലം, യേശുവിൻ്റെ ജീവിതത്തിലെ യേശുവിൻ്റെ യഥാർത്ഥ പേര്, യേശുവിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു ട്രാവലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പല എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ യേശു ചരിത്ര പുരുഷനോ, അദ്ദേഹം അവിടെ ചോദിച്ച ചോദ്യമാണ് യേശു ചരിത്ര പുരുഷനോ. അപ്പോൾ പക്ഷേ രാഹുൽ പറഞ്ഞത് അത് യേശു ചരിത്ര പുരുഷനാണെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു യേശുവിനെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല, റോമൻ ഗ്രീക്ക് ചരിത്രത്താളുകളിൽ യേശുവിനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് എന്തുകൊണ്ടാണ് യേശുവിനെ ചരിത്രത്താളുകളിൽ റോമൻ ഗ്രീക്ക് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താത്തത്? പക്ഷേ ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ച് കൃത്യമായിട്ട് യേശുവിൻ്റെ 4 ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ യേശുവിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ യേശുവിൻ്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം ആണ് രേഖപ്പെടുത്താത്തുള്ളത്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് രേഖപ്പെടുത്താതെ ഉള്ളത്. ബാക്കിയുള്ള കാലഘട്ടവും യേശുവിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും യേശു എന്ന സാമൂഹിക പരിഷ്കർത്താവിൻ്റെയും തത്വചിന്തകൻ്റെയും ആത്മീയ ഗുരുവിൻ്റെയും ധർമ്മഗുരുവിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ട്രാവൽ, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ ഗ്രീക്ക് റോമൻ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താതിരുന്നത്? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ യേശു ശരിക്കും പറഞ്ഞാൽ ഒരു യുഗത്തിൻ്റെ എൻഡ് കണ്ടെത്തുവാനും അതിൽ നിന്ന് പുതിയൊരു യുഗം സൃഷ്ടിക്കുവാനും ശ്രമിച്ചു. അതായത് ഒരു യുഗാന്തം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു, ഒരു ആത്മീയ പരിഷ്കർത്താവ് എന്ന നിലയിൽ. അന്നത്തെ കാലഘട്ടത്തിലെ മതപുരോഹിതന്മാരും ഭരണകർത്താക്കളും എന്നുവേണ്ട മുകളിലെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അത് ഈ അറിയാൻ പാടില്ലാത്ത ആളുകളെ
ഈ വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷര കുക്ഷികളായ സാധാരണക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഇരുട്ടിൻ്റെ അന്ധതയിലാണ് അവർ സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ആ യുഗം ഒരു കറുത്ത യുഗമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ മനുഷ്യകുലത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീസസ് ക്രൈസ്റ്റ് അവിടെ ക്രിസ്തു ഈസ അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം നയതന്ത്രപരമായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ 12 ശിഷ്യന്മാരെ സംഘടിപ്പിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. പക്ഷേ അത് ആളുകളെ ഈ സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്, മനുഷ്യനുള്ളത് മനുഷ്യന് എന്നൊക്കെ വിപ്ലവകരമായിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയും അവർക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു. മതപുരോഹിതന്മാർക്കെതിരെ ശബ്ദമുയർത്തി പ്രാർത്ഥനകൾ അദ്ദേഹം സ്വന്തമായിട്ടുണ്ടാക്കി. ആ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയുന്നവരെ അദ്ദേഹം തുടച്ചു നീക്കി. അവർ പറഞ്ഞ യേശു പറഞ്ഞു അതൊന്നും അല്ല കൃത്യമായിട്ടുള്ള കാര്യം, ദൈവം നിങ്ങളിൽ തന്നെ ഉണ്ട്, നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ദൈവത്തെ കണ്ടെത്തൂ എന്ന് പറഞ്ഞു. അതും മനസ്സിലാകാതെ വന്ന ആളുകളോട് പറഞ്ഞു, ഞാനാണ് ദൈവം, ഞാനാണ് ജീസസ്, ഞാനാണ് മിശിഹ, ഞാനാണ് ക്രിസ്തു, എന്നിൽ വിശ്വസിക്കൂ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കും, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും, അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വസിക്കും എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൽ വസിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ചപ്പോൾ അത് അവിടെയുള്ള മതപുരോഹിതന്മാർക്കും ഭരണാധികാരികൾക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി. യേശു അവരുടെ കണ്ണിലെ കരടായി. യേശുവിനെ തുടച്ചു നീക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഈ യൂതന്മാരും റോമാക്കാരും ഒന്നും യേശുവിനെ അംഗീകരിച്ചില്ല. അപ്പോൾ യേശുവിൻ്റെ സ്വപ്നം പൂവണിയില്ല എന്ന് യേശുവിന് മനസ്സിലായി. യേശു അവർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അപ്പോൾ അവർ വിചാരിച്ചത് യേശു ഇവരെയൊക്കെ സംഘടിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ ഡിവോട്ടീസിനെയും ഫോളോവേഴ്സിനെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യുമെന്നും ഭയന്നു. അങ്ങനെ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ യേശുവിനെ അവർ ആ രീതിയിൽ മതപുരോഹിതന്മാരും കയ്യഫാസ് എന്ന് പറഞ്ഞ മെത്രാനും ഭരണകർത്താക്കളും റോമൻ ഭരണാധികാരികളും ഒക്കെ ആയിട്ട് ഗൂഢാലോചന നടത്തി വളരെ തന്ത്രപൂർവ്വം ഭീകരമായ ഗൂഢാലോചനയ്ക്കൊടുവിൽ അദ്ദേഹത്തെ ജീസസിനെ പിടിച്ച് കുരിശിൽ തറച്ച് കൊല്ലുകയായിരുന്നു. ഈ കൊല്ലപ്പെട്ട യേശുവിനെക്കുറിച്ച് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ചരിത്രത്താളുകളിൽ, റോമൻ ചരിത്രത്താളുകളിലും യഹൂദ ചരിത്രത്താളുകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ട്? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. അതായത് ജീസസ് അവരുടെ കണ്ണിലെ കരടായിരുന്നു, അവരുടെ ശത്രുവായിരുന്നു, ഭയങ്കര വെറുപ്പ്, ദേഷ്യം ഈ യേശുവിനോട് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദേഷ്യമാണ് യേശുവിനെ വധിക്കാൻ കാരണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-ാം നൂറ്റാണ്ടിൽ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്ന ഗ്രീക്ക് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനം കാര്യമായി ഉണ്ടായിരുന്ന ഗലീലിയയും യൂദയായും ആണ് യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ സ്ഥലകാലങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. അതായത് 1-ാം നൂറ്റാണ്ടിൽ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്ന ഗ്രീക്ക് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനം കാര്യമായി ഉണ്ടായിരുന്ന ഗലീലയിലും യൂദയായിലുമാണ് യേശുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ സ്ഥലകാലങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. ജന്മം കൊണ്ടും വിശ്വാസം കൊണ്ടും യേശു യഹൂദനായിരുന്നു. റോമാക്കാരും ഗ്രീക്കുകാരും യഹൂദരും ചരിത്രബോധമുള്ളവരും ചരിത്രത്തെ കാര്യമായി എടുക്കുന്നവരുമായിരുന്നു. എന്നിട്ടും ബൈബിളിലെ പുതിയ നിയമത്തിലെ 4 അപ്പസ്തോലന്മാരുടെ സുവിശേഷ രേഖകൾ അല്ലാതെ യേശുവിനെ സംബന്ധിച്ച് സമകാലികമായ റോമൻ, ഗ്രീക്ക്, യഹൂദ ചരിത്രങ്ങളിലൊന്നും യേശുവിനെ രേഖപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. അപ്പം എന്തുകൊണ്ടാണ് അവർ യേശുവിനെ രേഖപ്പെടുത്താതിരുന്നത്? അവരുടെ കണ്ണിലെ കരടായ ജീസസിനെ അവർ തന്ത്രപൂർവം വെരി പ്ലാൻഡായിട്ട് റോമ സാമ്രാജ്യത്തിൻ്റെ അധിപതികൾ, മതപുരോഹിതന്മാരുടെ നേതൃത്വം വെൽ പ്ലാൻഡായിട്ട് ഗൂഢാലോചന നടത്തി പിടിച്ച് വധിച്ചതാണ്. അങ്ങനെ വധിക്കപ്പെട്ട ആളെ അവരുടെ ചരിത്രത്താളുകളിൽ അവർ രേഖപ്പെടുത്തുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ജീസസുമായിട്ട്
ബിൻ ലാദനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിൻ ലാദൻ വേറൊരു തലത്തിൽ നിന്ന ആളാണ്, ജീസസ് യേശു വേറൊരു തലത്തിൽ നിന്ന ആളാണ്. അപ്പം ബിൻ ലാദനെ ഒബാമ പിടിച്ച് വെടിവെച്ച് കൊന്നിട്ട് അദ്ദേഹത്തെ കടലിൽ കൊണ്ടുപോയി ഈ ബിൻ ലാദൻ്റെ ബോഡി കടലിൽ കെട്ടിത്താത്തുമായിരുന്നു. വലിയ ഒരു ഭാരമുള്ള ഒരു മേശ ശരീരത്തിൽ കെട്ടിയിട്ട് ആ മേശയോടുകൂടി എന്തൊക്കെയോ കൂട്ടിക്കെട്ടി കടലിലേക്ക് ഇടുമായിരുന്നു. എന്നിട്ട് ഒബാമ പറഞ്ഞത് ഈ ബിൻ ലാദൻ്റെ സംസ്കാരം ഇനിയുള്ള തലമുറ പിന്തുടരരുതെന്നും അദ്ദേഹത്തെ മറ്റുള്ളവർ ഫോളോ ചെയ്യരുതെന്നുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഖബർ പോലും ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്, അതേ തന്ത്രമാണ്, അതേ ചിന്തയായിരുന്നു അന്നത്തെ ഗ്രീക്ക് റോമ സമൂഹത്തിന്, റോമ ഭരണാധികാരികൾക്ക്. ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ സംസ്കാരം വ്യാപിക്കരുത്, അത് പഠിക്കരുത്. ജീസസ് ക്രൈസ്റ്റ് എല്ലാവരെയും ഷട്ട് ചെയ്ത ആളാണ്. അയാൾ ദൈവമാണെന്നാണ് അയാൾ പറഞ്ഞത്. അതാണ് അയാളെ വധിക്കാൻ കാരണം. അപ്പോൾ ആ ദൈവമാണെന്ന് പറഞ്ഞ ആളെ ഇനി ഭൂമിക്ക് വേണ്ട. അങ്ങനെ വളരെ തന്ത്രപൂർവ്വം ബിൻ ലാദനും ജീസസ് ക്രൈസ്റ്റും രണ്ട് വിഭിന്ന തലത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ജീസസ് ക്രൈസ്റ്റ് വേറെ ഒരു വ്യക്തിത്വത്തിന് ഒരു സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ ഗുരുവുമായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്തത്. ജീസസിനെ തന്ത്രപൂർവ്വം കൊന്നാണ്. അങ്ങനെ കൊന്ന ജീസസിനെ റോമാക്കാരുടെ അറിവോടുകൂടി പദ്ധതിയോടുകൂടി അവർ വെൽ പ്ലാനിൽ കൊന്ന കുരിശിൽ തറച്ച് കൊന്ന ജീസസ് ക്രൈസ്റ്റിനെ അവർ താളുകളിൽ രേഖപ്പെടുത്തും. പറയൂ, നിങ്ങൾ തന്നെ ഇതിന് മറുപടി പറയണം. ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് ആ സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഇത്ര കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു യേശു ചരിത്ര പുരുഷനാണ്, അദ്ദേഹത്തിന് അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. പക്ഷേ ചോദ്യം ചോദിച്ചാൽ നിസ്സാരമായിട്ട് പറഞ്ഞു ചരിത്രത്താളുകളിൽ ജീസസ് ക്രൈസ്റ്റ് ഇല്ല, ഗ്രീക്ക് റോമൻ ചരിത്രത്താളുകളിൽ ജീസസ് ക്രൈസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു, ഈസ ഇല്ല എന്ന് പറഞ്ഞു, യേശുവ ഇല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടുത്തെ ചരിത്രത്താളുകളിൽ അവർക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. യഹൂദർ ഇന്നും യേശുവിനെ അംഗീകരിക്കുന്നില്ല. യേശു എന്ന് പറയുമ്പോൾ അവർക്ക് കലിപ്പാണ്. അപ്പോൾ അവരെ ഷട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ശരിക്കും ആ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തായിരുന്നത്. ഇനി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 4 ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളല്ലാതെ ബൈബിളിന് പുറത്തുള്ള അന്വേഷണങ്ങളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പഠിച്ചിട്ടുണ്ട്. ഇന്നും ലോകത്തിലെ ലെജൻഡുകൾ പലരും, ഇത്രയും 195 ലോകരാഷ്ട്രങ്ങളിലെ അടിസ്ഥാന മതം ക്രിസ്തു മതമാണ്. ഈ ആളുകളെല്ലാം ജീസസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. വലിയൊരു വിഭാഗം മനുഷ്യ സമൂഹം യേശു ക്രിസ്തുവിനെ, ഈസായെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് കാരണം യേശുവിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ ഈ പറഞ്ഞ അവർ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താതെ പോയ ജീസസ് ക്രൈസ്റ്റ് പിൽക്കാലത്ത് എങ്ങനെ ഇത്രയും വേൾഡ് വൈഡായി 195 ലോകരാഷ്ട്രങ്ങളിലെ അടിസ്ഥാന മതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി? അതിൻ്റെ രഹസ്യം എന്താണ്? അതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് യേശു ക്രിസ്തു, അതാണ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് ഈസാ നബി. അപ്പോൾ പിന്നെ ജീസസ് ക്രൈസ്റ്റിനെ സംബന്ധിച്ച് അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റിനെ അരിസ്റ്റോട്ടിലിനെയും പ്ലേറ്റോയെയും അതുപോലെ തന്നെ കാർൽ മാർക്സിനെയും ഫ്രെഡറിക് എംഗൽസിനെയും ഒക്കെ പോലെ, സോക്രട്ടീസിനെയൊക്കെ പോലെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ ഫിലോസഫേഴ്സായിരുന്നു, തത്വചിന്തകരായിരുന്നു. അപ്പോൾ ശരിക്കും അവരെ ആയിട്ട് ജീസസിനെ കമ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ബില്ലാദിനും പറഞ്ഞ പോലെ. പക്ഷേ ഇവരുമായിട്ടൊന്നും ജീസസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ജീസസ് മാനുഷിക തലത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആത്മീയ ഗുരുവായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അതായിരുന്നു. അപ്പോൾ ഒരു യേശുക്രിസ്തുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് തെളിയിച്ചതിൻ്റെ രഹസ്യമാണ് ഇന്ന് ലോകം മുഴുവൻ യേശുവിനെ ആരാധിക്കുന്നത്. ഇതാണ് കൃത്യമായിട്ടുള്ള യേശുവിനെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താതെ പോയതിൻ്റെ ഉത്തരം. ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത എപ്പിസോഡുമായി, യേശുവിനെ കുറിച്ചുള്ള അടുത്ത എപ്പിസോഡുമായി ഉടനെ വരും. താങ്ക് യു. എന്നെ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.